അമേരിക്കയിൽ 2026 കൂടുതൽ ശക്തമായ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണ്. ഇതിനായി കോടിക്കണക്കിന് ഡോളറിന്റെ പുതിയ ഫണ്ട് ലഭ്യമാക്കാനാണ് നീക്കം. അടുത്ത വർഷത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ജോലി സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്താനും പദ്ധതിയുണ്ട്. ട്രംപ് ഇതിനോടകം തന്നെ പ്രധാന നഗരങ്ങളിൽ ഇമിഗ്രേഷൻ ഏജന്റുമാരെ വിന്യസിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ബോർഡർ പെട്രോൾ എന്നീ ഏജൻസികൾക്ക് 2029 സെപ്റ്റംബർ വരെ $170 ബില്യൺ അധികമായി ലഭിക്കും. ഇത് ഏജൻസികളുടെ നിലവിലെ വാർഷിക ബജറ്റിനേക്കാൾ കൂടുതലാണ്. ആയിരക്കണക്കിന് പുതിയ ഏജന്റുമാരെ നിയമിക്കാനും പുതിയ തടങ്കൽ കേന്ദ്രങ്ങൾ തുറക്കാനും പ്രാദേശിക ജയിലുകളുമായി സഹകരിക്കാനും നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിക്കാനും ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും പുതിയ ഫണ്ട് ഉപയോഗിച്ച് തടങ്കൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അറസ്റ്റുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുമെന്ന് വൈറ്റ് ഹൗസ് ബോർഡർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ടോം ഹോമൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ജോലി സ്ഥലങ്ങളിലെ കൂടുതൽ നടപടികളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ട്രംപിന്റെ കുടിയേറ്റ നടപടികളെ കമ്പനികൾ കാര്യമായി എതിർത്തിരുന്നില്ല. എന്നാൽ ഏജന്റുമാർ ജോലി സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കമ്പനികളെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചേക്കാമെന്ന് സെൻട്രൽ ലെഫ്റ്റ് ഗ്രൂപ്പായ തേർഡ് വേയുടെ ഡയറക്ടർ സാറ പിയേഴ്സ് പറഞ്ഞു. ചില കുടിയേറ്റ വിരുദ്ധർ ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് വരുന്ന വർഷം അവിടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണകൂടം ഒരുങ്ങുന്നത്. ഇത് കൂടുതൽ അറസ്റ്റുകൾക്ക് കാരണമാകും. കൂടാതെ US സമ്പദ് വ്യവസ്ഥയെയും റിപ്പബ്ലിക്കൻ അനുകൂലികളായ ബിസിനസ് ഉടമകളെയും ബാധിക്കുകയും ചെയ്യും. ജോലി സ്ഥലങ്ങളിൽ നടത്തുന്ന റെയ്ഡുകളിൽ അറസ്റ്റിലാകുന്ന കുടിയേറ്റക്കാർക്ക് പകരം ആളുകളെ കണ്ടെത്തുന്നത് കമ്പനികൾക്ക് ഉയർന്ന ചെലവുകൾക്കും കാരണമാകും. ജോ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃത കുടിയേറ്റം വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയ ട്രംപ് റെക്കോർഡ് തലത്തിലുള്ള നാടുകടത്തലുകൾ വാഗ്ദാനം ചെയ്താണ് അധികാരത്തിലെത്തിയത്. തുടർന്ന് ഫെഡറൽ ഏജന്റുമാരെ നഗരങ്ങളിലേക്ക് അയച്ച് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ഓപ്പറേഷൻ ആരംഭിച്ചു. പ്രതിവർഷം 1 ദശലക്ഷം കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നാണ് പ്രസിഡന്റിന്റെ വാഗ്ദാനം. ട്രംപ് അധികാരമേറ്റത് മുതൽ ഏകദേശം 6,22,000 കുടിയേറ്റക്കാരെ നാട് കടത്തിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരായ ക്രിമിനലുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി സർക്കാർ പറഞ്ഞെങ്കിലും കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്തവരെയാണ് ട്രംപ് ഭരണകൂടം കൂടുതൽ അറസ്റ്റ് ചെയ്യുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കിയിരുന്നു. പിടിയിലായ ഏകദേശം 54,000 പേരിൽ 41% പേർക്കും കുടിയേറ്റ നിയമലംഘനങ്ങളല്ലാതെ മറ്റ് ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നില്ലെന്ന് ഏജൻസിയിൽ നിന്നുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. നിയമപരമായ കുടിയേറ്റക്കാരെയും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് US പൗരന്മാരുടെ പങ്കാളികളെ ഗ്രീൻ കാർഡ് അഭിമുഖങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും പൗരത്വം നേടുന്നതിന് തൊട്ടുമുമ്പ് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നാച്ചുറലൈസേഷൻ ചടങ്ങുകളിൽ നിന്ന് പിടികൂടുകയും ചെയ്തത്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ വിപുലമായ നാടുകടത്തൽ നടപടികൾ അടുത്ത വർഷത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ തിരിച്ചടികൾ നേരിടുന്നുണ്ട്. മിയാമിയിൽ പ്രസിഡന്റിന്റെ നടപടികൾക്ക് പ്രതികരണമായി ഏകദേശം 3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായി മേയർ സ്ഥാനത്തേക്ക് ഒരു ഡെമോക്രാറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. കുടിയേറ്റക്കാർ ഏറെയുള്ള ഇവിടം ശക്തമായ അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. അതിനിടെ അമേരിക്കക്കാർക്കിടയിൽ ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. മാർച്ച് മാസം ട്രംപിന്റെ കുടിയേറ്റ നയത്തിന് 50% ആളുകളുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ഡിസംബർ പകുതിയോടെ ഇത് 41% കുറഞ്ഞു. മുഖംമൂടി അണിഞ്ഞ ഫെഡറൽ ഏജന്റുമാർ താമസ സ്ഥലങ്ങളിൽ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും US പൗരന്മാരെ തടവിലാക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫെഡറൽ ഏജൻസികളുടെ നീക്കത്തെ തുടർന്ന് US പൗരന്മാർ പോലും പാസ്പോർട്ട് കൊണ്ടു നടക്കാൻ തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.